തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷങ്ങൾക്ക് അർഹമായ പ്രാതിനിധ്യം നൽകണമെന്ന് സമസ്തയുടെ വിദ്യാർത്ഥി സംഘടനയായ SKSSF. കോൺഗ്രസ് ഇക്കാര്യത്തിൽ മാതൃക കാണിക്കണമെന്നും ജാതി സെൻസസ് നടപ്പാക്കാൻ ഭരണകൂടം തയ്യാറാകണമെന്നും സംസ്ഥാന ജനറൽ സെക്രട്ടറി OP മുഹമ്മദ് അഷ്റഫ് മീഡിയ വണ്ണിനോട് പറഞ്ഞു. തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കത്തിലാണ് മുന്നണികൾ. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ അവസാന ഘട്ടത്തിലാണ്. നമുക്കൊപ്പം SKSSFന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി OP അഷ്റഫ് ചേരുകയാണ്. SKSSF ഒരു രാഷ്ട്രീയം പറയുന്ന സംവിധാനമല്ല, സംസ്ഥയുടെ വിദ്യാർത്ഥി സംഘടനയാണ്. എന്നിരുന്നാലും അർഹമായ പ്രാതിനിധ്യം ഈ മതന്യൂനപക്ഷങ്ങൾക്ക് ലഭിക്കേണ്ടതല്ലേ? ഇങ്ങനെയാണ് അത്തരം വിഷയങ്ങളുള്ള ഒരു നിലപാട്. ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഈ മേഖലയിൽ വലിയ തരത്തിലുള്ള പ്രതിസന്ധി നേരിടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. തെരഞ്ഞെടുപ്പിൻ്റെ ഗോതയിലേക്ക് ഇറക്കുന്ന ഘട്ടത്തിൽ SKSF ജാതി സെൻസസ് നടപ്പാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിലെ വിവിധ മുന്നണികളുടെ നേതാക്കന്മാരെ നേരിട്ട് കണ്ടുകൊണ്ട് നിവേദനം കൊടുക്കുകയും അടുത്ത തെരഞ്ഞെടുപ്പിൻ്റെ അവരുടെ മാനിഫെസ്റ്റോയിൽ വളരെ കൃത്യമായി അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ ഉണ്ടാകണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് കാരണം ന്യൂനപക്ഷ പിന്നാക്ക വിഭാഗങ്ങൾ പലപ്പോഴും അവഗണിക്കപ്പെടുന്നു എന്നതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷങ്ങൾ അനർഹമായി പലതും നേടുന്നു എന്ന് വളരെ വ്യാപകമായ പ്രചാരണങ്ങൾ പല കോണുകളിൽ നിന്ന് ഉയർന്നു വരുന്നു. എന്നാൽ അത്തരം പ്രചാരണങ്ങളെ തടയാനോ അല്ലെങ്കിൽ അതിനെ നിരുത്സാഹപ്പെടുത്താനോ യാഥാർത്ഥ്യം സമൂഹത്തിൻ്റെ മുമ്പിൽ തുറന്നു പറയാനോ പലരും മുന്നോട്ട് വരുന്നില്ല. തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടങ്ങളിലും അത് പാലിക്കപ്പെടണം. ഇവിടുത്തെ മുന്നണി രാഷ്ട്രീയത്തിലെ വ്യത്യസ്തമായ ആളുകൾ അവർ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് മത്സരരംഗത്തേക്ക് ഇറക്കുന്ന ആളുകൾക്കും ഇത്തരം സാഹചര്യങ്ങളിൽ അവസരങ്ങൾ കൊടുക്കണം. മുസ്ലിം ന്യൂനപക്ഷങ്ങൾ മാത്രമല്ല, മറ്റു ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾക്കും അർഹമായ പ്രാതിനിധ്യവും അവർക്ക് പരിഗണനയും നൽകേണ്ടത് ഉണ്ട് എന്നതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കോൺഗ്രസിൻ്റെ ഒരു പ്രാഥമിക പട്ടിക വരുന്നു. അതിനകത്ത് മുസ്ലിം ന്യൂനപക്ഷത്തിൽ നിന്നുള്ള ആളുകളില്ല എന്നത് കോൺഗ്രസ്സുകാർക്ക് തന്നെ ഒരു പരാതിയായി പറയുന്നുണ്ട്. അല്ല, അത് തീർച്ചയായിട്ടും അങ്ങനെ കോൺഗ്രസ്സിൽ പ്രവർത്തിക്കുന്ന മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒട്ടേറെ നേതാക്കന്മാരുണ്ടല്ലോ. അത്തരം ആളുകൾക്ക് അവസരം നിഷേധിക്കപ്പെടുന്ന സമയത്ത് ഈ ജനാധിപത്യ മതേതര കക്ഷിയുടെ കൂടെ